نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم മുസ്ലിമൂൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാർ, ഈ ലോകത്തെ നിയന്ത്രിച്ച് പരിപാലിക്കുന്ന നാളെ വിചാരണാ നിലയത്തിൻ്റെ അധിപനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഫിത്നയുടെ കാലഘട്ടമായി നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ തിന്മ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാലും തിന്മകളിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞുകൂടി പോകുന്നത്. പണ്ടത്തെ കാലത്ത് തിന്മക്കുള്ള അവസരം കുറവാണെങ്കിൽ ഇന്നത്തെ കാലത്ത് എവിടെ നിന്നൊക്കെയാണ് തിന്മ നമ്മിലേക്ക് വന്നു ചേരുക എന്നറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇസ്ലാമിനെ പല വിമർശനങ്ങളും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സ്ത്രീകളെ പരിഗണിക്കാത്ത മതമാണ് ഇസ്ലാമെന്ന് നിരന്തരം വിമർശകർ ചാനൽ ചർച്ചകളിലൂടെയും അല്ലാതെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും മറ്റും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം സ്ത്രീകളെ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിലൂടെയാണ് സ്ത്രീകളെക്കുറിച്ച് ഇസ്ലാമിൻ്റെ സമീപനം എന്താണെന്ന് തിരിച്ചറിയുക. ഇസ്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകൻ വന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു ഇസ്ലാം വന്ന കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്കുണ്ടായിരുന്ന സ്ഥാനമെന്ന് മനസ്സിലാക്കണം. ഇദാ ബുശ്ശിറ അഹദുകും ബിൽ ഉൻസ വല്ല വജ്ഹഹു മുസ്വദ്ദൻ വഹുവ കദീം. അവരിൽ ഒരാൾക്ക് പെൺകുട്ടിയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ കോപം നിറഞ്ഞവനായിക്കൊണ്ട് അവൻ്റെ മുഖം കറുത്തിരുണ്ടു പോകും. പ്രസവിക്കുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പിതാവിന് പെൺകുട്ടി എന്ന് കേട്ടാൽ അവൻ്റെ മുഖം മ്ലാനമാകും, കോപം കൊണ്ട് ചലിക്കും, അത് കറുത്തു പോകും. യതവാരാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഖൗനിൻ
അം യദുസ്സു ഫിത്തുറാബി അലാ സാഅ മാ യഹ്കുമുൻ. അവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടതിൻ്റെ ചീത്തത്വം നിമിത്തം അവൻ ജനങ്ങളിൽ നിന്നും ഒളിഞ്ഞു പോകുന്നതാണ്. പെൺകുട്ടി ഉണ്ടായാൽ പിന്നെ പുറത്തേക്കിറങ്ങാത്ത അവസ്ഥയുണ്ടാകും. അതിനെ നിത്യതയോടുകൂടി കാണുകയോ അതല്ല അതിനെ മണ്ണിൽ കുഴിച്ചു മൂടാൻ ശ്രമിക്കുകയോ ആലോചിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് അവൻ പോവുക. അറിയുക, അവൻ വിധി കൽപ്പിക്കുന്നത് വളരെ ചീത്തയാണ്. ആ കുട്ടിയെ കൊല്ലുക എന്നത് മണ്ണിലേക്ക്, വെറും മണ്ണിലേക്ക്, പച്ച മണ്ണിലേക്ക് പച്ച ജീവൻ വെച്ച് അതിൻ്റെ മേൽ മണ്ണിട്ട് മൂടുന്ന അവസ്ഥയാണ് പെൺകുട്ടിയോടും പെണ്ണിനോടും ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്നത്. അത് മാറ്റിയെടുത്തത് ഇസ്ലാമാണ്. പെൺകുട്ടികൾ ജനിക്കുന്നത് അപമാനമായി കണ്ടിരുന്ന ഒരു ജനതയെ പെൺകുട്ടികൾ ജനിക്കുന്നത് അഭിമാനമായി കാണുന്ന ഒരവസ്ഥയിലേക്ക് ഇസ്ലാമിലെത്തിക്കാൻ കഴിഞ്ഞു. പെൺകുട്ടികളെ ജീവനോടെ അവർ കുഴിച്ചു മൂടിയിരുന്നു. النبي صلى الله عليه وسلم قال إن الله حرم عليكم عقوق الأمهات ومنع الوهات ووأد البنات وكره لكم قيل وقال وكثرة السؤال وإضاعة المال. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാക്കളെ ഉപദ്രവിക്കൽ, താൻ നൽകേണ്ടത് നൽകാതിരിക്കൽ, തനിക്ക് അർഹമല്ലാത്തത് ആവശ്യപ്പെടുകയും ചെയ്യൽ, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടൽ എന്നിവ അള്ളാഹു നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് നിഷിദ്ധമാക്കിയത്? ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. സ്ത്രീകളോട് വളരെ മോശമായ ഉള്ള ഒരു സമീപനമായിരുന്നു അന്നുണ്ടായിരുന്നത്. അവർക്ക് ജാഹിലിയ്യ കാലഘട്ടത്തിൽ പെണ്ണിന് സ്വത്തവകാശമുണ്ടായിരുന്നില്ല. അവർ അനന്തരം എടുക്കപ്പെടുകയാണ് ചെയ്തിരുന്നത്. ഒരാൾ മരിച്ചാൽ ആ പെണ്ണിനെ ആരെങ്കിലും ഏറ്റെടുക്കുമെന്നല്ലാതെ അതിനു പകരം അവർക്ക് സ്വത്തുണ്ടായിരുന്നില്ല. അനന്തരാവകാശ നിയമത്തിൽ സ്ത്രീക്ക് പുരുഷനേക്കാൾ സ്വത്തിൻ്റെ ഓഹരി ലഭിക്കുന്ന സാഹചര്യം ഇന്ന് ഇസ്ലാമിലുണ്ട്. ചിലപ്പോൾ സ്ത്രീക്ക് മാത്രം സ്വത്ത് കിട്ടുന്ന സാഹചര്യവും അനന്തരാവകാശ നിയമത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. പണ്ട് സ്വത്തേ ഉണ്ടായിരുന്നില്ല. സ്ത്രീ വിവാഹമോചനം ചെയ്യപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം വലിയനായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ വലിയിലേക്ക് ചേരുകയും അങ്ങനെ വലിയ അവളെ നോക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഇതായിരുന്നു ജാഹിലിയ്യ കാലഘട്ടത്തിലെ അവസ്ഥ. എന്നാൽ ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്തിൽ ഓഹരി നൽകി. എന്നിട്ട് സാമ്പത്തികമായ ഒരു ഉത്തരവാദിത്വവും അവൾക്കില്ലാത്ത വിധം സുരക്ഷിതയാക്കി. അവൾക്ക് എത്ര സ്വത്ത് കിട്ടിയാലും സാമ്പത്തികമായ ഉത്തരവാദിത്വം സ്ത്രീക്കില്ല. ജാഹിലിയ്യ കാലഘട്ടത്തിൽ വൃത്തികെട്ട കല്യാണ സംസ്കാരമുണ്ടായിരുന്നു. എന്തായിരുന്നു അന്നത്തെ കല്യാണത്തിൻ്റെ രീതി? 10 പേർ ഒരു സ്ത്രീയെ പ്രാപിക്കുന്നു. പ്രസവശേഷം അവൾ ഒരാളെ സെലക്ട് ചെയ്യുന്നു. ആ കുട്ടിയോട് മുഖച്ഛായയുള്ള ഒരുവനെ സെലക്ട് ചെയ്ത് 10 പേരുടെ കൂടെ ശരീരം പങ്കിടുകയും അതിനുശേഷം ഉണ്ടായ കുട്ടിയുടെ മുഖച്ഛായ നോക്കി ഭർത്താവിനെ തീരുമാനിക്കുകയും ചെയ്യുന്ന നെറികേട് അന്ന് വ്യാപകമായിരുന്നു. ഇതിനൊക്കെ മോചനം നൽകിയത് ഇസ്ലാമാണ്. വലിയില്ലാതെ വിവാഹം പാടില്ലെന്ന് പഠിപ്പിച്ചു. മഹർ വേണമെന്ന നിയമം നിശ്ചയിച്ചു. ഇസ്ലാം മാന്യമായ വഴി സ്ത്രീക്ക് തുറന്നു കൊടുത്തു. എന്നിട്ടും പറയുന്നു ഇസ്ലാം സ്ത്രീക്കെതിരാണെന്ന്. അക്രമങ്ങളും പീഡനങ്ങളും സഹിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ കീഴിൽ എണ്ണമറ്റ ഭാര്യമാർ അന്ന് ജീവിതം തള്ളിനീക്കി. പല മതങ്ങളിലും ഇപ്പോഴും അതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം കടന്നു വന്നതിന് ശേഷം വലിയ വലിയ അവകാശങ്ങളും അധികാരങ്ങളുമാണ് സ്ത്രീകൾക്കുണ്ടായത്. സ്വാതന്ത്ര്യങ്ങളുമാണ് സ്ത്രീകൾക്കുണ്ടായത്. ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ഒരു പെണ്ണിൽ നിന്നുമാണ് ഈ സമുദായത്തെ ഉണ്ടാക്കിയത്. യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഹേ ജനങ്ങളെ, ഹേ മനുഷ്യരെ, നിശ്ചയമായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. നിങ്ങൾ അന്യോന്യം പരിചയപ്പെടുവാൻ വേണ്ടി നിങ്ങളെ നാം പല ശാഖകളും ഗോത്രങ്ങളുമാക്കിയിരിക്കുന്നു. നിശ്ചയമായും അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, ഏറ്റവും ഭയഭക്തനാകുന്നു. നിശ്ചയമായും അല്ലാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, മനുഷ്യനെ ഉണ്ടാക്കിയത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്.
അവരിൽ ഏറ്റവും കൂടുതൽ ആദരണീയൻ, ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൻ നിസാഉ ശഖായിഖുർ റിജാൽ, നിശ്ചയമായും സ്ത്രീ പുരുഷന്മാർക്ക് ശഖായിഖാണ്, സ്വഭാവങ്ങളിലും പ്രകൃതിയിലും സമന്മാരാകുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാരും സമന്മാരാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. നന്മ ചെയ്താൽ അവർക്കും പ്രതിഫലമുണ്ട്, സ്ത്രീകൾക്കും പ്രതിഫലമുണ്ട്. ജാഹിലിയ്യത്തിന്റെ വിശ്വാസം അതായിരുന്നില്ല. അവരെന്തു നന്മ ചെയ്താലും അവർക്കൊരു സ്ഥാനവും നാളെ ഉണ്ടായിരിക്കുകയില്ല എന്ന വിശ്വാസത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആണാവട്ടെ പെണ്ണാവട്ടെ, ആരെങ്കിലും താൻ സത്യവിശ്വാസിയായി കൊണ്ട് സത്കർമ്മം പ്രവർത്തിച്ചാൽ അവനെ തീർച്ചയായും നാം നല്ല വിശിഷ്ടമായ ഒരു ജീവിതം ജീവിപ്പിക്കുന്നതാണ്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ നല്ലതിനനുസരിച്ച് പ്രതിഫലം അവർക്ക് തീർച്ചയായും നാം നൽകുകയും ചെയ്യും. അപ്പോൾ ആണ് പ്രവർത്തിച്ചാലും പെണ്ണ് പ്രവർത്തിച്ചാലും അവർക്ക് പ്രതിഫലം കിട്ടുമെന്നർത്ഥം. ആ പ്രതിഫലത്തെക്കുറിച്ച് ധാരാളമായി പറയുന്നുണ്ട്. സത്യവിശ്വാസിയാവുക, സത്യവിശ്വാസിനിയാവുക എന്നെടുത്തു പറഞ്ഞ ആയത്തുകളുണ്ട്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിമാവുകയും മുസ്ലിമത്താവുകയും ചെയ്താൽ വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിയായിക്കൊണ്ടും സത്യവിശ്വാസിനിയായിക്കൊണ്ടും ജീവിച്ചാൽ, ഇങ്ങനെ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്. അനന്തര സ്വത്തിൻ്റെ അവർക്ക് അവകാശം കൊടുത്തു. ലിർരിജാലി നസീബും മിമ്മാ തറകൽ വാലിദാനി വൽ അഖ്റബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറകൽ വാലിദാനി വൽ അഖ്റബൂൻ മിമ്മാ ഖല്ല മിൻഹു ഔ കസറ നസീബം മഫ്റൂളാ. നിങ്ങളെ മാതാപിതാക്കളുടെ അടുത്ത കുടുംബങ്ങളും വിട്ടേച്ചു പോയ സ്വത്തിൽ നിന്ന് പുരുഷന്മാർക്കൊരു ഓഹരിയുണ്ട്. മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടുവെച്ചു പോയ സ്വത്തിൽ നിന്ന് സ്ത്രീകൾക്കും ഓഹരിയുണ്ട്. അതായത് അതിൽ നിന്ന് കുറഞ്ഞതോ അധികരിച്ചതോ ആയതിൽ നിന്ന് നിർണയം ചെയ്യപ്പെട്ട ഓഹരി ഓരോരുത്തർക്കുമുണ്ടെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുമ്പോഴാണ് ജാഹിലിയ്യ കാലത്തെ സ്ത്രീകൾക്ക് സ്വത്തവകാശം അനുവദിച്ചു കൊടുക്കുന്നത്. ഉമ്മയായാലും സഹോദരിയായാലും ഭാര്യയായാലും സ്ത്രീക്ക് സ്വത്ത് നൽകാൻ അല്ലാഹു വസിയത്ത് ചെയ്തു. എന്നിട്ടും വിമർശകർ പറയുന്നു, ഇസ്ലാം വന്നതോടുകൂടി സ്ത്രീകൾ പറ്റേ പിന്തള്ളപ്പെട്ടു പോയി എന്ന്. യുസീകുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദകരി മിസ്ല ഹദ്ദിൽ ഉൻസയൈൻ ഫഇൻ കുന്ന നിസാഅൻ ഫൗക ഇത്നതൈനി ഫലഹുന്ന തുലുസു മാ തറക. നിങ്ങളുടെ സന്താന കാര്യത്തിൽ അല്ലാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ആണിന് 2 പെണ്ണിന്റെ ഓഹരിക്ക് തുല്യമായതുണ്ട്. എന്നാൽ അവർ 2 മീതെ സ്ത്രീകളുണ്ടായിരുന്നാൽ അവർക്ക് അവൻ വിട്ടേച്ചു പോയതിൻ്റെ 2 അംശമുണ്ടായിരിക്കും. ഓരോ അനന്തരാവകാശ നിയമത്തെക്കുറിച്ചും ഖുർആനിൽ വ്യക്തമായി പറയുകയും സ്ത്രീയുടെ അവകാശത്തെ നശിപ്പിക്കാൻ പാടില്ല, അവൾക്ക് കിട്ടേണ്ട അനന്തരാവകാശ സ്വത്ത് കിട്ടിയിരിക്കണമെന്ന് കണിശമായി ഖുർആൻ കൽപ്പിക്കുകയും ചെയ്തു. സ്ത്രീകളോട് മാന്യമായി പെരുമാറുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാ ദിനത്തിലെ പ്രഭാഷണത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യമാണ്. ഫത്തഖുല്ലാഹ ഫിന്നിസാ ഫഇന്നകും അഖദതുമൂഹുന്ന ബിഅമാനില്ലാഹ് വസ്തഖലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ് വലകും അലൈഹിന്ന അല്ലാ യൂതിഉന്ന ഫുർശകും അഖദൻ തക്റഹൂനഹു ഫഇൻ ഫഅൽന ദാലിക ഫളിബൂഹുന്ന ദർബൻ ഗൈറ മുബർരിജിൻ വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. കാരണം അല്ലാഹുവിൻ്റെ കരാറിലാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചത്. അല്ലാഹുവിൻ്റെ വചനം സാക്ഷ്യവചനങ്ങൾ കൊണ്ടാണ് നിങ്ങൾ അവരുടെ ലൈംഗിക അവയവങ്ങൾ അനുവദനീയമാക്കിയത്. നിങ്ങൾക്ക് അനിഷ്ടമുള്ള ആരെയും നിങ്ങളുടെ വിരിപ്പിൽ ചവിട്ടിക്കാതിരിക്കുക എന്നത് അവരുടെ മേൽ നിങ്ങൾക്കുള്ള അവകാശമാകുന്നു. അവർ അപ്രകാരം ചെയ്താൽ മുറവേൽപ്പിക്കാത്ത നിലയിൽ നിങ്ങൾ അവരെ അടിക്കുക. എന്തിനാണ് അടിക്കേണ്ടത്? പുരുഷന് ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരാൾ കയറി വന്ന് വിരിപ്പിൽ വന്നാൽ മാന്യമായ നിലക്ക് അവർക്കുള്ള ഉപജീവനവും വസ്ത്രവും നിങ്ങളുടെ മേൽ ബാധ്യതയാണ്. പ്രത്യേകം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുങ്ങിയ നിലക്ക് സംസാരിച്ച സംസാരമാണ് അറഫാ ദിനത്തിലെ പ്രസംഗം.
ആ പ്രസംഗത്തിൽ പോലും സ്ത്രീയുടെ മഹത്വവും സ്ത്രീയുടെ സ്ഥാനവും സ്ത്രീക്ക് കൊടുക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചും അവളോട് ചെയ്യേണ്ട ബാധ്യതകളെക്കുറിച്ചും പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. സ്ത്രീകളുടെ മഹത്വം മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ കടമ സ്ത്രീയോടാണ്. ഇന്നല്ലാഹ യൂസിക്കും ബി ഉമ്മഹാത്തിക്കും സുമ്മ യൂസിക്കും ബി ഉമ്മഹാത്തിക്കും സുമ്മ യൂസിക്കും ബി ആബായിക്കും സുമ്മ യൂസിക്കും ബിൽ അഖ്റബി ഫൽ അഖ്റബ്. മിഖ്ദാദ് ഇബ്നു മഅദി കരിബി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അദ്ദേഹം കേട്ടു. എന്താണ് കേട്ടത്? നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്ന് നിശ്ചയം അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. മാതാക്കൾക്ക് പുണ്യം ചെയ്യണം. പിന്നെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്ന് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. രണ്ടാമതും പറയുന്നു. മൂന്നാമത് ശേഷം നിങ്ങൾ നിങ്ങളുടെ പിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്ന് അല്ലാഹു കൽപ്പിക്കുന്നു. അപ്പോൾ സ്ത്രീക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ഉമ്മയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്. പിന്നെ മാതാപിതാക്കളോട് ഏറ്റവും അടുത്തവരോട് പുണ്യം ചെയ്യണം. പിന്നീട് അവരോടടുത്തവർ എന്ന ക്രമത്തിൽ പുണ്യം ചെയ്യണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇപ്പോൾ മാതാവിനെ എടുത്തു പറഞ്ഞു, 3 പ്രാവശ്യം എടുത്തു പറഞ്ഞ ഹദീസുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ നന്നായി പെരുമാറേണ്ടത് ആരോടാണ്? മാതാവിനോട്. പിന്നെ ആരോടാണ്? തുമ്മമൻ. പിന്നെ ആരോടാണ് എന്ന് ചോദിച്ചപ്പോഴും മാതാവിനോട്. മൂന്നാമതും മാതാവിനോട് എന്ന് പറഞ്ഞ് 4ാമത് പിതാവിനോട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, സ്ത്രീക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എത്രയാണ്? 2 or 3 പെൺമക്കളുള്ളവർക്കുള്ള പ്രത്യേക ഓഫർ എന്താണ്? പ്രത്യേകത എന്താണ്? ലാ യകൂന ലിഅഹദിൻ 3 ബനാത്തിൻ ഔ 3 അഖ്വാത്തിൻ വയുഹ്സിന ഇലൈഹിന്ന ഇല്ലാ ദഖലൽ ജന്ന. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്ക് 3 പെൺമക്കൾ അല്ലെങ്കിൽ 3 സഹോദരിമാർ ഉണ്ടാവുകയും അവരോട് നന്മയിൽ വർത്തിക്കുകയും ചെയ്താൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അഥവാ സ്ത്രീകളെ നോക്കുന്നതിൽ, അവരെ സംരക്ഷിക്കുന്നതിൽ, അവരെ ഈ ദുനിയാവിലെ അവരെ കാര്യങ്ങൾ നോക്കുന്നതിൽ എത്രത്തോളം താല്പര്യമുണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം താല്പര്യമുണ്ടാക്കാൻ ഇസ്ലാം ശ്രമിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അഹ്മദ് മുസ്നദിൽ നിവേദനം ചെയ്ത ഹദീസിൽ ഇപ്രകാരമുണ്ട്: മൻ കാനത് ലഹു ഉൻസാ ഫലം യയിദ്ഹ വലം യുഹിൻഹ വലം യുബ്തിർ വലദുഹു അലൈഹ അദ്ഖലഹുല്ലാഹുൽ ജന്ന. ആർക്കെങ്കിലും ഒരു പെൺകുഞ്ഞുണ്ടാവുകയും അവൻ അതിനെ ജീവനോടെ കുഴിച്ചു മൂടാതിരിക്കുകയും അവളെ അപമാനിക്കാതിരിക്കുകയും ആൺകുഞ്ഞിനെ അവളെക്കാൾ പ്രാമുഖ്യം കൽപ്പിക്കാതിരിക്കുകയും ചെയ്താൽ അള്ളാഹു അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. സ്ത്രീകളോട് ഇടപെടേണ്ട, ഒരു പെൺകുട്ടിയോട് ഇടപെടേണ്ട രൂപം എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്: മൻ കാന ലഹു 3 ബനാത്തിൻ ഫസബറ അലൈഹിന്ന ഫഅതഅമഹുന്ന വസഖാഹുന്ന വകസാഹുന്ന മിൻ ജിദ്ദതിഹി വകുന്ന ലഹു ഹിജാബൻ മിനൽ നാരി യൗമൽ ഖിയാമ. ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു: ആർക്കെങ്കിലും 3 പെൺമക്കൾ ഉണ്ടാവുകയും അവരുടെ വിഷയത്തിൽ അവൻ ക്ഷമിക്കുകയും അവന്റെ സമ്പാദ്യത്തിൽ നിന്ന് അവരെ ധരിപ്പിക്കുകയും ചെയ്താൽ അവന് നരകത്തിൽ നിന്നും മറയായിരിക്കും. നരകത്തിൽ നിന്നും മറയായി 3 പെൺമക്കൾ ഉണ്ടാവുമെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുന്നു. മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമ അന വഹുവ വല്ലമ്മ അസാബിഅഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ 2 പെൺമക്കളെ പ്രായപൂർത്തിയാകുന്നത് വരെ ചെലവ് നൽകി പോറ്റി വളർത്തിയാൽ അയാളും ഞാനും അന്ത്യനാളിൽ വരും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ ചേർത്തു വെച്ച് പറഞ്ഞു ഇങ്ങനെയെന്ന്: ഭാര്യയാകുന്ന സ്ത്രീയെ പരിഗണിക്കണമെന്ന് ഖുർആൻ എടുത്തു പറയുന്നു. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്. നല്ല നിലയിൽ അവളോട് വർത്തിക്കണം. ഇസ്തൗസൂ ബിന്നിസാ ഫഇന്നൽ മർഅത ഖുലിഖതു മിൻ ളിലഇൻ വഇന്ന അഅവജ ശൈഉൻ ഫി ളിലഇ അഅലാഹു വഇൻ ദഖബതു തുഖീമുഹു കസർതഹു വഇൻ തറക്തഹു ലം യസ്ൽ അഅവജ
ഫസ്തൗസൂ ബിന്നിസാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളോട് നന്മയിൽ വർത്തിക്കണമെന്ന് വസിയ്യത്ത് നിങ്ങൾ സ്വീകരിക്കുക. നിശ്ചയം സ്ത്രീ വാരിയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്, അഥവാ വളഞ്ഞിട്ടായിരിക്കും. വാരിയലുകളിൽ ഏറ്റവും വളഞ്ഞത് മീതയുള്ളതാകുന്നു. മീതയുള്ള വാരിയൽ നിന്ന് സൃഷ്ടിച്ചു എന്നർത്ഥം. താങ്കൾ അത് നേരെയാക്കിയാൽ അത് പൊട്ടിപ്പോകും. താങ്കൾ അതിനെ വിട്ടേക്കുകയാണെങ്കിലോ അത് വളഞ്ഞു തന്നെ ഇരിക്കും. അപ്പോൾ നേരെയാക്കാൻ പറ്റുമോ? മിതമായി നേരെയാക്കണം. നേരെയാക്കാതെ വിടാൻ പറ്റുമോ? വിടാൻ പറ്റില്ല. ചെറിയ നേരെയാക്കൽ ആവശ്യമാണ് താനും. അങ്ങനെയാണ് സ്ത്രീകളോട് വർത്തിക്കേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് നൽകുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുൽഖാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സത്യവിശ്വാസികളിൽ വിശ്വാസം പൂർണ്ണമായവൻ അവരിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ്. ഏറ്റവും നല്ല സ്വഭാവം എന്താ? ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും. തങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഏറ്റവും ഉത്തമൻ. ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറാൻ സാധിക്കണം. അതാണ് ഒരു മാന്യനായ പുരുഷന്റെ ഏറ്റവും വലിയ മാന്യതയുടെ മുഖം, അതാണ് എന്ന് ഖുർആൻ പറയുകയാണ്. ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായി തെരിച്ചാകുന്നത് പല അപകടങ്ങളിലേക്കും വഴിവെക്കും. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ല മഅദി മഹ്റം. ഒരു പുരുഷനും വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട വ്യക്തിയോടൊപ്പമല്ലാതെ ഒരു സ്ത്രീയോടൊപ്പം ഒഴിഞ്ഞിരിക്കരുത്. നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയോട് ചേർന്ന് ഒരു പുരുഷൻ ഇരിക്കാൻ പാടില്ല. ആ സ്ത്രീക്ക് വിവാഹം ചെയ്യാൻ ഹലാലായ ഒരു പുരുഷന്റെ കൂടെ ഒരു സ്ത്രീക്ക് ഇരിക്കാൻ പാടില്ല. കാരണം അങ്ങനെ രണ്ടുപേരുണ്ടെങ്കിൽ മൂന്നാമതായി പിശാച് അവിടെ വരികയും അവരെ വ്യഭിചാരത്തിന് പ്രേരിപ്പിക്കുകയും അത്തരം ചിന്ത മനസ്സിലിട്ടു തരികയും ചെയ്യുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും. ഞാൻ മനസ്സിന് ബലമുള്ളവനാണ്, എനിക്കങ്ങനെയുള്ള വിചാരങ്ങളില്ല എന്ന് പരിശുദ്ധത പാലിക്കുന്നവൻ നിഷേധിക്കുന്നത് ഹദീസിനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമല്ലെന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പുരുഷനും സ്ത്രീയും ഒരിടത്ത് നിൽക്കുമ്പോൾ ഈ ഹദീസിനെതിരായി പ്രവർത്തിക്കുകയാണ്. അത് അപകടം ചെയ്യും, അതവൻ്റെ മാനം കളയും. അവൻ്റെ ജീവിതത്തിൽ വ്യഭിചാരം കടന്നുവരും. അവനങ്ങനെ അപമാനിതനായി സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ട് ജീവിക്കേണ്ടി വരും. ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. ഇസ്ലാമിൽ സ്ത്രീക്ക് നൽകുന്ന സുരക്ഷ വളരെ വലുതാണ്. അവൾ മറച്ച് പുറത്തിറങ്ങണം. ആവശ്യത്തിനല്ലാതെ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ പാടില്ല. അനുനയസരത്തിൽ ഒരിക്കലും ഒരന്യ പുരുഷനോട് സംസാരിക്കാൻ പാടില്ല. കൊഞ്ചിക്കുഴഞ്ഞോ അവർക്ക് ആകർഷകമായ രൂപത്തിലോ മൃദുലഭാവത്തിലോ ഒരു പെണ്ണ് ഒരു പുരുഷനോട് അന്യപുരുഷനോട് സംസാരിക്കാൻ പാടില്ല. അന്യപുരുഷന്മാരോടൊക്കെ സ്ത്രീകൾ മൃദുലഭാവത്തിൽ സംസാരിക്കുകയും ഭർത്താവിനോട് ഏറ്റവും പരുഷമായി സംസാരിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുണ്ട്. തെറ്റാണത്. ഭർത്താവിനോട് വളരെ മൃദുലമായി സംസാരിക്കുകയും അന്യപുരുഷന്മാരോട് വളരെ ഗട്ട്സോടുകൂടി സംസാരിക്കുകയും ചെയ്താൽ മാത്രമേ സ്ത്രീക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. പുരുഷന്മാരോടൊപ്പം ഒളിഞ്ഞിരിക്കരുത്, പുരുഷന്മാരോടൊപ്പം കൂടിക്കലരുത്. മഹ്റമിനോടൊപ്പമല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. മഹ്റമുണ്ടായിരിക്കണം. പുറത്തിറങ്ങുമ്പോൾ സ്ത്രീ സുഗന്ധം ഉപയോഗിക്കരുത്. അന്യപുരുഷന്മാരുടെ ദൃഷ്ടി തന്നിലേക്ക് തിരിക്കാൻ ശ്രമിക്കരുത്. ആ ദൃഷ്ടി തന്നിലേക്ക് വരുന്ന രൂപത്തിലുള്ള ചമയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. സ്വന്തം ദൃഷ്ടികളെ സ്ത്രീകൾ താഴ്ത്തി വെക്കണം. റബ്ബിനെ ഇബാദത്തെടുക്കുന്ന സ്ത്രീയായിട്ട് മാറണം. ഇതൊക്കെ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്ലാം നിർദ്ദേശിച്ച കാര്യങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ ആ തിന്മയുടെ ദുരന്തം ആ സ്ത്രീ അനുഭവിക്കേണ്ടി വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീയെ സംരക്ഷിക്കുക എന്നത് ഏറ്റവും ബുദ്ധിമുട്ടും പ്രയാസവുമുള്ള കാര്യമായതുകൊണ്ടാണ് സ്ത്രീകളെ സംരക്ഷിച്ചാൽ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടത്. സ്വർണത്തിൻ്റെ മരങ്ങളുള്ള, കടിച്ചാൽ തീരാത്ത പഴങ്ങളുള്ള,
ഒരാൾക്ക് ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായ സ്വർഗം ലഭിക്കുന്ന പ്രവർത്തനമാണ് സ്ത്രീയെ സംരക്ഷിക്കൽ എന്ന് പറയുമ്പോൾ, ഈ ദുനിയാവിലെ ഏറ്റവും കടുത്ത ത്യാഗപൂർണമായ പ്രവർത്തനമാണ് സ്ത്രീയെ സംരക്ഷിക്കുക എന്നത് പുരുഷന്മാർ തിരിച്ചറിയണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെ യഥാർത്ഥത്തിൽ സ്ത്രീയുടെ സ്ഥാനം മനസ്സിലാക്കി അവളെ ആദരിക്കാനും ബഹുമാനിക്കാനും അവളുടെ കൂടെ നിന്ന് അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും പുരുഷന്മാർ ശ്രദ്ധിക്കണം. അല്ലാഹു തആല നല്ല നിലയിൽ എല്ലാവരോടും വർത്തിക്കുന്ന സൽസ്വഭാവികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണോ വസിയത്ത് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ സാധാരണ പറയാറുള്ള വിഷയം കെട്ടിപ്പൊതിഞ്ഞ് ജീവിക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്ത്രീ ഒരു വൈഡൂര്യമാണ്, സ്ത്രീ തനി തങ്കമാണ്. ഈ ലോകത്ത് ഒരു പുരുഷന് ഏറ്റവും മൂല്യമുള്ള വസ്തു സ്ത്രീ തന്നെയാണ്. ഏറ്റവും മൂല്യമുള്ള വസ്തുക്കളെ യഥാർത്ഥത്തിൽ പൊതിഞ്ഞു സൂക്ഷിക്കുക എന്നത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് സ്ത്രീയെ കൊണ്ടു നടക്കേണ്ടത്. നമ്മൾ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു സാധനത്തിന് ഏത് സമയത്തും അതിനൊരു കൗതുകമുണ്ടായിരിക്കും. ആ കൗതുകത്തെ എല്ലാ സമയത്തും നേടണമെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് നല്ല ഡ്രസ്സ് എടുത്തു കൊടുക്കണം. അവളുടെ വസ്ത്രം, അവളുടെ ശരീരത്തിൻ്റെ രൂപം എത്രത്തോളം പുറത്ത് കാണുന്നുണ്ടോ അത്രത്തോളം വിലയിടിവ് പെണ്ണിന് വരും. എത്രത്തോളം ആ സ്ത്രീയുടെ ശരീരത്തിലെ ഭാഗങ്ങൾ പുറത്ത് കാണുന്ന ടൈറ്റ് ഫിറ്റ് വസ്ത്രങ്ങൾ സ്ത്രീകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത് അവളുടെ വില ഇടിയുകയാണ്. കണ്ണുകൊണ്ട് പുരുഷന്മാർ അവളെ ഉപദ്രവിക്കുകയാണ്. പുരുഷനെ ലൈംഗികമായ വാസന വരുന്നത് അവൻ്റെ കണ്ണിലൂടെയുള്ള നോട്ടത്തിൽ നിന്നാണ്. അത് നമ്മുടെ ഭാര്യ വൾഗറായ വസ്ത്രം ധരിച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പിലും അങ്ങാടിയിലും ഇങ്ങനെയുള്ള കണ്ണിന് അസുഖമുള്ള ഇങ്ങനെയുള്ള സ്ത്രീകളെ നോക്കുന്ന പുരുഷന്മാർ അവളെ കണ്ണുകൊണ്ട് കഴുകൻ നോട്ടം നോക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വസ്ത്രം ധരിച്ചാൽ മതി. ഇഷ്ടമല്ലെങ്കിലോ അവളുടെ സ്വകാര്യതയെ സൂക്ഷിക്കാനുള്ള തൻ്റെ ഇടം പുരുഷന്മാർ വരുത്തി തീർക്കേണ്ടതുണ്ട്. പെണ്ണൊരിക്കലും ചമഞ്ഞിറങ്ങേണ്ടവളല്ല. എന്തിന് നാളെ പരലോകത്ത് ചെന്നാൽ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിൻ്റെ വാസന പോലും കിട്ടുകയില്ല. ആർക്ക്? പൊളിഞ്ഞ ചുരിദാറിട്ട് എല്ലാ ഭാഗവും കാണിച്ച് ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിച്ചൊരു പെണ്ണ് പുറത്തിറങ്ങിയാൽ അവളുടെ സ്വർഗമാണ് നഷ്ടപ്പെടുക. വസ്ത്രം നന്നായാൽ 24 മണിക്കൂറും പ്രതിഫലമാണ്. വസ്ത്രം നാശമായാൽ 24 മണിക്കൂറും ശിക്ഷയാണ്. ഓരോ മൈക്രോ സെക്കൻഡും വസ്ത്രം നന്നാവാത്തതിൻ്റെ ശിക്ഷ ആ പെണ്ണ് അനുഭവിക്കേണ്ടി വരും. മുടി കാണിച്ചു കൊടുക്കാൻ പാടില്ല. സ്ത്രീയുടെ മുടി പുറത്ത് കാണാൻ പാടില്ല. ആ തട്ടം ഇങ്ങനെ താഴേക്ക് വീഴുക, അത് പിന്നെ വീണ്ടും എടുത്തു വെക്കുക, വീണ്ടും താഴേക്ക് വീഴുക. ഉറച്ച് താടിയുള്ളവരെ കാണുമ്പോൾ തട്ടമിടുക, താടിയില്ലാത്തവരെ കാണുമ്പോൾ ഇറക്കിയിടുക എന്നൊക്കെ കാപട്യത്തിൻ്റെ വേഷമാണ്. ആ വേഷം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന സ്ത്രീകളുണ്ടെങ്കിൽ മതപരമായി അവരനുഭവിക്കുന്ന നാളെ പരലോകത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ പൂഞ്ഞാടുന്നത് പോലെ ആടിയാടി നടക്കുന്ന, തലയാട്ടി നടക്കുന്ന പെണ്ണെ അവൾ നരകത്തിലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് നിരൂപിക്കലും വിശ്വസിക്കലും ഒരു മുസ്ലിമിന് നിർബന്ധമാണ്.
ആ നിലക്ക് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കാൻ പ്രത്യേകം പുരുഷന്മാരും സ്ത്രീകളും താല്പര്യം കാണിക്കണം. നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ, ആ ശീലം അവർക്കുണ്ടായാൽ, അത് ശീലമായി മാറിയാൽ വലിയ പ്രതിഫലമായിരിക്കും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ലഭിക്കുക. അവരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൽപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈമാനിൻ്റെ വസ്ത്രം ധരിച്ച് ഇഖ്ലാസിൻ്റെ മനസ്സുമായി ജീവിക്കുന്ന ആളുകളായി നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല മാറ്റി തീർക്കുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ധാരാളമുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാവർക്കും ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത التواب الرحيم واغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد.